ഇപ്പോൾ നമ്മോടൊപ്പം CPIM നേതാവ് നാസർ കൊളായി കൂടി ചേരുന്നുണ്ട്. നാസർ കൊളായി, നിങ്ങളുടെയൊക്കെ കാലത്ത് LDFിൻ്റെയും ഒക്കെ കാലത്ത് CM വിത്ത് മീ എന്ന് പറയുന്ന പരിപാടി ഉണ്ടായിരുന്നു. അത് സാമൂഹിക ബന്ധം, മുഖ്യമന്ത്രിയും ഓരോ പൗരന്മാരുമായുള്ള സാമൂഹിക ബന്ധവും സാമൂഹികമായ വിഷയങ്ങളിൽ കൂടുതൽ ഫലപ്രദമായി ഇടപെടാനുമുള്ള പ്രോഗ്രാമാണ് CM വിത്ത് മീ. പക്ഷേ ഇപ്പോൾ നോക്കൂ ഇപ്പോഴത്തെ CM VD സതീശൻ വിത്ത് MDMA പ്രതികൾ. നാസർ കൊളായി, അജിംഷാദെ, ഇത് സലാം, ഹുസൈൻ, അബ്ബാസ് എന്നീ 3 പ്രതികളാണ് ഈ കേസിൽ ഇപ്പോ പിടിക്കപ്പെട്ടിട്ടുള്ളത്. അജിംഷാദ് സൂചിപ്പിക്കപ്പെട്ടതുപോലെ CM വിത്ത് മീ, CM എന്നോട് കൂടിയുണ്ട് എന്ന ഒരു ഭീഷണിയോടുകൂടി കേസിൽ നിന്ന് ഇവര് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പിടികൂടപ്പെട്ടപ്പോൾ. പക്ഷെ ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനിപ്പോ VD സതീശന്റെ കൂടെ ഒരാളുടെ ഫോട്ടോ ഉണ്ട് എന്നുള്ളത് കൊണ്ട് VD സതീശനും അയാളും തമ്മിൽ ബന്ധമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ അവിടെ നിന്നും ആരുടെ കൂടെയും സെൽഫി എടുക്കും, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട്. അതിപ്പോ ഏത് പാർട്ടിയുടെ നേതാക്കന്മാരാണെങ്കിലും നമ്മളൊക്കെ അവരുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാനുള്ള താല്പര്യം ഉണ്ടാവും. പക്ഷെ ആ ഫോട്ടോ എടുക്കുന്ന ആളുമായിട്ട് ഒരു പക്ഷേ ഇയാൾക്ക് ആത്മബന്ധമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് കേവലം ഒരു ചിത്രത്തെ നമുക്ക് അങ്ങനെ നിസ്സാരമായി കാണാം. പക്ഷെ നമ്മളിപ്പോ ഇതിൽ കാണുന്ന രംഗങ്ങൾ വളരെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം VD സതീശന്റെ കൈ പിടിച്ച് മാറി നിന്ന് അവർ തമ്മിൽ സ്വകാര്യം പറയുന്നത് നമ്മൾ കാണുകയാണ്. അതുപോലെയുള്ള നിരവധി ഒറ്റക്ക് ഒരു കൂട്ടത്തിൽ നിന്ന് യാദൃച്ഛികമായി എടുക്കുന്ന ഒരു സെൽഫി ചിത്രമല്ല. ഇവർ സംസാരിക്കുന്നത് മറ്റൊരാൾ വീഡിയോ പകർത്തി വളരെ കൃത്യമായി മാറി നിന്ന് VD സതീശന്റെ കൈ പിടിച്ച് സ്വകാര്യമായി മാറി നിന്ന് സംസാരിക്കുന്നു. VD സതീശൻ അയാളോട് എന്തോ സ്വകാര്യമായി പറയുന്നു. ഇതൊക്കെ വളരെ കൃത്യമായി നമ്മൾ കാണുകയാണ്. മാത്രമല്ല, അതിന്റെ കൂടെ VD സതീശന്റെ കൂടെ ഈ പ്രതികളിൽ ഒരാൾ സഞ്ചരിക്കുന്നതാണ് ഞാനിപ്പോ പറഞ്ഞത്. VD സതീശന്റെ വീട്ടിലേക്ക് ഈ പ്രതികള് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നു. അതും വേണമെങ്കിൽ നമുക്ക് പറയാം, മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് പലരും വരുമ്പോ അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷേ ഇതേ മുഖ്യമന്ത്രി ഇതിലെ ഒരു പ്രതിയുടെ വീട്ടിലേക്ക് പോകുന്നു. അങ്ങോട്ട് ഒരു ഭാഗത്തേക്ക് മാത്രമല്ല പോകുന്നത്, ഇങ്ങോട്ട് മുഖ്യമന്ത്രി ഈ പ്രതിയുടെ വീട്ടിലേക്ക് പോകുന്നു. ഇതിനോടൊപ്പം തന്നെ വളരെ ഗൗരവത്തിൽ കാണേണ്ട എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം, വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കൂടെ നിയമസഭക്കകത്ത് കനത്ത സുരക്ഷാ സംവിധാനമുള്ള നിയമസഭക്കകത്താണ് ഇയാളും കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ സംസാരിച്ചു പോകുന്നത്. മറ്റൊരാളില്ല. മാത്രമല്ല, അത് നിയമസഭയുടെ അകത്തേക്ക് കിടക്കുന്ന വാതിലിന്റെ തൊട്ടടുത്ത് വരെ ചെന്ന് അവസാനിക്കുന്നുണ്ട് യാത്ര. കാരണം ആ വാതിൽ തുറന്നു പിടിച്ചിട്ട് അവിടുത്തെ വാച്ച് ആൻഡ് വാർഡ് സല്യൂട്ട് അടിക്കുന്നതും കുഞ്ഞാലിക്കുട്ടി സാഹിബ് വരുമ്പോൾ സ്വാഭാവികമായി മന്ത്രി വരുന്ന അവസ്ഥയിൽ അത് സല്യൂട്ട് അടിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ കൂടെയും ഈ പ്രതിയുണ്ട്. അപ്പൊ നിയമസഭക്കകത്ത് വാച്ച് ആൻഡ് വാർഡിന്റെ മുമ്പിലൂടെ ഇത്രയും സുതാര്യമായി സംസാരിച്ചുകൊണ്ട് കടന്നു പോവുക എന്ന് പറയുന്നത് ഒരു യാദൃച്ഛികമായ ദൃശ്യമല്ല, അല്ലെങ്കിൽ ഒരു ഫോട്ടോ പകർത്താൻ വേണ്ടിയുള്ള ദൃശ്യമല്ല. അവർ ക്യാമറയിലേക്ക് തിരിഞ്ഞു നിന്ന് സെൽഫി എടുക്കുന്നില്ല, ക്യാമറയ്ക്ക് മുമ്പിൽ അഭിമുഖീകരിക്കുന്നില്ല. അവരിങ്ങനെ നടന്നു പോകുന്നത് നമ്മൾ കൃത്യമായി കാണാൻ നിയമസഭക്കകത്താണ് കാണുന്നത്. മറ്റേത് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പോയി സെൽഫി എടുക്കാൻ ഇവർ ക്യാമറയ്ക്ക് മുമ്പിലേക്ക് ഫേസ് ചെയ്യുന്നില്ല. ആ പോസാണ് ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. ക്യാമറയ്ക്ക് മുമ്പിലേക്ക് ഇവർ ഫേസ് ചെയ്യുന്നില്ല. അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ ഗൗരവമായ എന്തോ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇത് വളരെ അടുത്ത സ്വന്തക്കാർക്ക് മാത്രം, നമ്മൾ അങ്ങനെ തന്നെ ആ പദപ്രയോഗം തന്നെ നടത്തണം. ഒരു സ്വന്തക്കാർക്ക് മാത്രമേ ഇത്ര അടുത്ത് ഇടപഴകാനും സ്വകാര്യ കാര്യങ്ങൾ പറയാൻ കഴിയൂ. ഒരു സ്വന്തക്കാരന്റെ വീട്ടിലേക്കല്ലേ മുഖ്യമന്ത്രി ഇങ്ങോട്ട് പോവുക പരിപാടിയിലേക്ക്, അതുപോലെ തന്നെ അവിടേക്ക് അങ്ങോട്ട് പോകുന്നു. ഇത് മുഖ്യമന്ത്രി ആയപ്പോൾ മാത്രമല്ല, VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴേ ഉള്ള ബന്ധമാണ്. നാസർ കൊളായി പോകരുത്, ദയവായി തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം കോൺഗ്രസ് സഹയാത്രികനായ B റജി കൂടി ചേരുന്നുണ്ട്. B റജി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കുഞ്ഞുങ്ങളുടെ പ്രജ്ഞയെ നശിപ്പിക്കുന്ന, കുട്ടികളുടെ തലമുറയെ, പുതുതലമുറ അടക്കമുള്ള തലമുറകളുടെ പ്രജ്ഞയെ കെടുത്തിക്കളയുന്ന, മസ്തിഷ്കത്തെ തകർത്ത് കളയുന്ന, രാസലഹരി കച്ചവടം ചെയ്യുന്നവരുമായി ആത്മബന്ധം. നോക്കൂ, CM വിത്ത് MDMA പ്രതികൾ. B റജി, നോക്കൂ ശ്രീ അജംഷാദ്, ഈ പറയുന്ന CPMന്റെ എത്രയോ വലിയ നേതാക്കൾ, മുഖ്യമന്ത്രിയുടെ കാര്യം പറയൂ, വലിയ പ്രതികളുമായിട്ടും ഗുണ്ടകളുമായിട്ടും ഒക്കെ ഉള്ള നിരന്തരം സമ്പർക്കം പുലർത്തുന്ന എത്രയോ ചിത്രങ്ങൾ മുൻകാലങ്ങളിൽ നമ്മൾ അങ്ങനെയല്ല B റജി, ഞങ്ങളുടെ കൈരളി ന്യൂസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കൂ. ഇപ്പോൾ താങ്കൾ ഈ TV ഒന്ന് കാണുന്നെങ്കിൽ വെച്ച് നോക്കൂ. അതായത് മുഖ്യമന്ത്രി VD സതീശനും ഒപ്പം തോളിൽ കൈയിട്ട് ഇരു കരങ്ങളിലും പിടിച്ച് MDMA കേസിലെ പ്രതികൾ പോകുന്നു, അവരുടെ വീട്ടിൽ കൊണ്ടുപോകുന്നു. മുഖ്യമന്ത്രി VD സതീശൻ
കാഷ്വൽ ഡ്രസ്സിൽ വീട്ടിലിരിക്കുമ്പോൾ പോലും അവർ അടുത്ത് വന്നിരിക്കുന്നു, ചിത്രങ്ങൾ എടുക്കുന്നു. പിന്നീട് ഇപ്പോൾ നാസർ കൊളായി നിരീക്ഷിച്ചതുപോലെ ഈ പി കെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ വാച്ച് ആൻഡ് വാർഡിൻ്റെയൊക്കെ മുമ്പിൽ കൂടെ നിയമസഭയ്ക്കുള്ളിലൂടെ നടന്നു പോകുന്നു. എങ്ങനെയാണ് MDMA പ്രതികൾ, രാസലഹരി പ്രതികളുമായി ബന്ധം? എന്താണ് ബന്ധം? എന്താണ് ഇവർ രഹസ്യമായി സംസാരിക്കുന്നത് മിനിറ്റുകൾ? നോക്കൂ, കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കേരളത്തിലെ 3,50,00,000 ആളുകളുടെ നേതാവാണ്. ആർക്കും എപ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സമീപിക്കാം, ഫോട്ടോ എടുക്കാം. അപ്പൊ അവരുടെയൊക്കെ പൂർവ്വചരിത്രമോ അവർ മുൻകാലങ്ങളിൽ വല്ല കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാണെന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി കൂടി നിന്നൊരു ഫോട്ടോഗ്രാഫ് എടുത്തതിന് ശേഷം പിന്നീട് ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ അകപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ അതൊരു കാതലായ ചോദ്യമാണ് ബി റജി ഉന്നയിച്ചത്. കാതലായ ചോദ്യമാണ്. നമുക്ക് നാസർ കൊളായിലേക്ക് തന്നെ പോകാം. നാസർ കൊളായി, ഇവരുടെ പശ്ചാത്തലമോ അല്ലെങ്കിൽ ഇവർ ഫോട്ടോ എടുത്തതിന് ശേഷം പിന്നീട് ഏതെങ്കിലും ക്രിമിനൽ കേസിലോ പ്രതിയായാൽ അതിന് മുഖ്യമന്ത്രി എന്ത് പിഴച്ചു, അന്നത്തെ പഴയ പ്രതിപക്ഷ നേതാവ് എന്ത് പിഴച്ചു, VD സതീശൻ എന്ത് പിഴച്ചു? ഈ ചോദ്യമാണ്. അത് ഈ ഘട്ടത്തിൽ യുക്തിഭദ്രമായി യോജിക്കുന്നതാണോ ശ്രീ നാസർ കൊളായി? എന്താണ് കാരണം? ഒരിക്കലുമല്ല. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ റെജി വളരെ ഈസി ആയിട്ട് അങ്ങോട്ട് പറഞ്ഞു പോയി. കേരളത്തിൽ 3,50,00,000, അങ്ങനെ ഗതികെട്ടെന്ന് പറയണ്ട, 3.5 കോടി ജനങ്ങൾ. ഇനി 3.25 കോടി കൂട്ടിക്കഴിഞ്ഞ് 4 കോടിയാലും എണ്ണം കൂടി കുഴപ്പമൊന്നുമില്ല. ഈ ജനങ്ങളെ ഒക്കെ മുഖ്യമന്ത്രി അറിയോ മറ്റുള്ളവരെ അറിയോ എന്നുള്ളതാണ് ചോദ്യം. അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു പോയത് വലിയ തെറ്റാണോ? റെജി ഒന്നുകൂടി ആ ചാനലിന്റെ സ്ക്രീനിലേക്ക് ഒന്നുകൂടി നോക്കണം. യാദൃച്ഛികമായി മുഖ്യമന്ത്രിയുടെ കൂടെ നിന്ന് ചിരിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുന്ന രംഗമല്ല നമ്മൾ കാണുന്നത്. യാദൃച്ഛികമായി ഒരു സ്ഥലത്ത് മാത്രം കാണുന്ന സംഭവമല്ല നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്തും മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തും കൈ പിടിച്ച് സ്വകാര്യം പറയുന്നു. അതെന്താ റെജിക്ക് മനസ്സിലാത്ത്? 3.5 കോടി മനുഷ്യരോട് കേരളത്തിലെ മുഖ്യമന്ത്രി അങ്ങനെ കൈപിടിച്ച് സ്വകാര്യം പറയാം? അങ്ങനെ കൈപിടിച്ച് സ്വകാര്യം പറയില്ലല്ലോ. മാത്രമല്ല, ഈ പ്രതിയുടെ വീട്ടിലേക്ക് വന്നു സംസാരിക്കുന്നു, കൈ പിടിച്ച് സംസാരിക്കുന്നു. റെജിയോടുള്ള അടുത്ത ചോദ്യം, കേരളത്തിന്റെ നിയമസഭക്കകത്തേക്ക് വാച്ച് ആൻഡ് വാർഡ് വാതിൽ തുറക്കുന്ന ആ സ്ഥലം വരെ 3.5 കോടി ജനങ്ങളിൽ എത്ര മനുഷ്യർക്ക് കുഞ്ഞാലിക്കുട്ടിയുടെ കൂടെ പോകാൻ കഴിയും? ഒന്ന് പറയട്ടെ, കേൾക്കട്ടെ. ഒരു പ്രാദേശിക നേതാവിന് പോലും ഒരു ജില്ലാ നേതാവിന് പോലും ചിലപ്പോൾ അങ്ങനെ പോകാൻ സാധിച്ചില്ലെന്ന് വരും. അയാളുടെ കൂടെ ക്യാമറയിലേക്ക് എവിടേക്കും ശ്രദ്ധിക്കുന്നില്ല. അവര് സംസാരിച്ചുകൊണ്ട് നടന്നുകൊണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. ഞാൻ ആമുഖമായി ഇത് പറയാനുള്ള ഒരു കാരണം, ആരുടെ കൂടെയും ഫോട്ടോ എടുക്കാൻ റെജി പറഞ്ഞ ആ കാര്യം സത്യമാണ്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ കൂടെയും ആളുകൾ നിന്ന് ഫോട്ടോ എടുക്കും. ഇപ്പൊ ഞാൻ തന്നെ അടക്കം നമ്മളൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ എത്ര ആളുകൾ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാറുണ്ട്. ഇത് എല്ലാ സാധാരണ മനുഷ്യൻ, വലിയ വലിയ നേതാക്കളുടെ കൂടെ നിന്ന് എല്ലാ പാർട്ടിക്കാരും ഫോട്ടോ എടുക്കും. അതിലൊന്നും യാതൊരു സംശയമില്ല. ആ ഫോട്ടോ എടുത്ത ആൾ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ പങ്കാളിയായാൽ കൂടെ ഫോട്ടോയിൽ നിന്ന് കൊടുത്ത ആൾ ഉത്തരവാദിയില്ല. ഇത് അങ്ങനെയല്ല. തോളിൽ കൈയിട്ട് സംസാരിക്കുകയാണ്, കൈ പിടിച്ച് സംസാരിക്കുകയാണ്. ഒരു വട്ടമല്ല, പലവട്ടം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയിട്ട് ഇവർ കാണുന്നു. തിരിച്ച് മുഖ്യമന്ത്രി ഇവരുടെ വീട്ടിൽ പോകുന്നു. ആ വീട്ടിൽ പോകുമ്പോഴുള്ള സംഭവമുണ്ട്. ആ വീട്ടിൽ നിന്നൊക്കെ കൈ പിടിച്ച് 2 ആളും കൂടി സംസാരിച്ചിറങ്ങുന്നു. ഒരു പരിചയമില്ല എന്ന് പറഞ്ഞത് എന്താ അർത്ഥത്തില? കുഞ്ഞാലിക്കുട്ടിയുടെ കൂടെ വാച്ച് ആൻഡ് വാർഡിന്റെ മുമ്പിലൂടെ ഒറ്റക്ക് അവര് 2 ആൾ വെച്ച് മറ്റൊരാളില്ല. അങ്ങനെ പോകാൻ മാത്രമല്ല ശ്രീ കൊളായി, അതായത് ലുങ്കിയും ടീഷർട്ടും ഇട്ട് വീടിനുള്ളിൽ നാം നിൽക്കുന്ന വേഷത്തിൽ മുഖ്യമന്ത്രി നിൽക്കുന്നു. അവിടെയുണ്ട്, അടുത്ത് അവിടെയുണ്ട്, എല്ലാ രൂപത്തിലുണ്ട്. എന്നിട്ട് സമീകരിക്കുകയാണ് രുചി. 3.5 കോടി മനുഷ്യരുള്ള കേരളത്തിൽ ആരൊക്കെയുണ്ട്? 3.5 കോടി മനുഷ്യരുള്ള ഇതില് ആരൊക്കെയുണ്ട്? ഇത് പിടിക്കപ്പെട്ടതേ കാസർഗോഡാണ്. പക്ഷെ ഇവരെവിടെയാണ് ഉള്ളത്? ഈ ലഹരിക്കടത്തിന്റെ മെക്ക എന്നറിയപ്പെടുന്ന പെരുമ്പാവൂര്. ആ പെരുമ്പാവൂരിലേക്കാണ് ഇത് ഹോൾസെയിൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് 130 ഗ്രാം, ഏകദേശം 10 ലക്ഷത്തോളം രൂപയാണെന്ന് എനിക്ക് തോന്നുന്നത് വരുന്ന സാധനം. ലക്ഷം രൂപയുടെ അല്ല, കാരണം 130 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് എത്ര ആഴത്തിൽ ലഹരിക്കുള്ള സംഭവം ഉണ്ടെന്നറിയാമോ? അതെ, പെരുമ്പാവൂരാണ് ഇവരുടെ ആസ്ഥാനം. എന്ന് പറഞ്ഞാൽ പെരുമ്പാവൂരുകാരായ ഇവർ ഈ രംഗത്തുണ്ടെങ്കിൽ ഇവര് നേരത്തെ ഏർപ്പാടുണ്ട്. അതുകൊണ്ടുള്ള സ്വാധീനം, അതുകൊണ്ടുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നു. അപ്പോ ഇത് വെച്ചിട്ട് ഈ ഫോട്ടോ വെച്ച് രക്ഷപ്പെടാൻ ഇവർ ശ്രമിച്ചു. ഇത് മറ്റൊരാളെ പ്രചരിപ്പിച്ചല്ലോ, ഇവരിൽ നിന്ന് കെട്ടിയ വീഡിയോ അല്ലേ? ആ വീഡിയോ കൃത്യമായി ശ്രദ്ധിച്ചാൽ റെജിക്ക് തന്നെ മനസ്സിലാവില്ലേ? 3.5 കോടി മനുഷ്യരിൽപ്പെട്ട മനുഷ്യരെ പോലെയാണോ അയാൾ? അങ്ങനെയാണോ നമ്മൾ കാണുന്ന ഇവരുടെ കൂടെ? വളരെ കൃത്യമാണ്. ഇത് വലിയ തൂഫാന്റെ പരീക്ഷണമൊക്കെ ആയിട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പോയ സ്ഥലം കൂടിയാണ് പെരുമ്പാവൂര്. അതാണ് കൊളയൊന്ന് ദയവായി തുടരൂ. ബി റജി, അപ്പോ ഇങ്ങനെ ഒരു സെൽഫി ഫോട്ടോ യാദൃശികം എന്ന് പറഞ്ഞു പോകാനാകില്ല.
ഇത് ആഴമുള്ള ബന്ധമാണ്. ഈ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല വി ഡി സതീശൻ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാണ് ഒരു പ്രതി, സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ ബന്ധമെന്ത് എന്ന് നാടിനോട് പറയണം മുഖ്യമന്ത്രി വി ഡി സതീശൻ, കോൺഗ്രസ് പറയണം. ബീരജി, ബഹുമാന്യനായ നാസർ കൊളാടി അദ്ദേഹത്തിനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, നാസർ കൊളായി സോറി, അദ്ദേഹത്തിനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, 2 മാസം കഴിഞ്ഞതേ ഉള്ളൂ ഈ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിട്ട്. മുൻകാലങ്ങളിലെ ഇയാൾ ഈ പെരുമ്പാവൂരിലെ അടിസ്ഥാനമാക്കി കേന്ദ്രമാക്കി ഇയാൾ ലഹരി കച്ചവടം നടത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നിയമത്തിന്റെ മുൻപാകെ അയാളെ കൊണ്ടുവരേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം അന്നത്തെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംവിധാനത്തിനായിരുന്നു. അപ്പൊ അത് മറന്നുകൊണ്ടാണ് അങ്ങ് ആ ഒരു പദം പ്രയോഗിച്ചത്. അതായത് ഇയാൾ ദീർഘകാലമായിട്ട് ലഹരിക്കടത്ത് ഉണ്ടായിരുന്നുവെന്ന്. അങ്ങനെയുണ്ടെങ്കിൽ മുൻ സർക്കാരിന്റെ പരാജയമാണ് അക്കാര്യത്തിൽ ഒന്ന്. 2, നിയമവിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള നടപടികളെ നമ്മുടെ ഉന്നതരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളും ഉത്തരവാദിത്വ സ്ഥാനത്തിരിക്കുന്ന മന്ത്രിമാരെ പിന്തുണയ്ക്കുന്നു എന്ന് അങ്ങ് കരുതുന്നത് എന്ത് മൗഢ്യമാണ്? അത് ഇപ്പൊ LDF ആവട്ടെ UDF ആയിക്കൊള്ളട്ടെ, നിയമത്തിന്റെ മുമ്പിൽ കുറ്റകൃത്യം ചെയ്യുന്നവരെ ഒരു രീതിയിലും അവരാരെങ്കിലും സംരക്ഷിക്കുന്നു എന്ന് നമുക്ക് കരുതാനാവില്ല. പാർട്ടിയുടെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തത്വസംഹിതയുടെ പേരിലോ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള കുറ്റകൃത്യത്തിൽ ഇവരുടെ രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ചു രക്ഷപ്പെടാൻ അല്ലാതെ ഇവരുടെ രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ചു രക്ഷപ്പെടാൻ അത് പോലീസിൽ നിന്ന് കാസർഗോഡ് ഞങ്ങളുടെ പ്രതിനിധി അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാലി മുഹമ്മദ് അത് പറഞ്ഞു. അങ്ങനെ പൊളിറ്റിക്കൽ ബന്ധം ഉപയോഗിച്ച് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഇന്നത്തെ ദിവസം അങ്ങ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുമായിരുന്നുവോ? രാഷ്ട്രീയ രംഗത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണം അതാരുടെ ഔദാര്യമല്ല, ചേർത്ത് പറയരുത്. അതാരുടെ ഔദാര്യമല്ല. പോലീസ് ഉദ്യോഗസ്ഥരെടുത്ത് അത്തരം സമ്മർദ്ദങ്ങൾ ചെലുത്തുമ്പോൾ അവർ വീണില്ല, അവർ അതിൽ വഴങ്ങിയില്ല. അതിലെന്താ പ്രശ്നം? അതിലെവിടെയാണ് വി ഡി സതീശന്റെ മിടുക്കിരിക്കുന്നത്? ഞാൻ പറയുന്നത് തൂഫാൻ, ഇതാണ് ഇവിടെ നാസർ കൊളായി ചോദിച്ചത്. തൂഫാനിലൂടെ ആഭ്യന്തരമന്ത്രി ഈ പ്രത്യേകിച്ച് ഈ സ്പെസിഫൈഡ് ചെയ്ത സ്ഥലം പെരുമ്പാവൂരിലടക്കം വലിയ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്നു. എന്നിട്ട് ഈ ലഹരിക്കടത്തുകാർ കോൺഗ്രസ്സുകാർ, മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാർ, മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ, മുഖ്യമന്ത്രിയുമായി ഗാഠബന്ധമുള്ളവർ, അതെങ്ങനെ പൊരുത്തപ്പെടും? ആ പൊരുത്തക്കേടുകൾക്ക് എങ്ങനെ മറുപടി പറയാനാണ് ശ്രീ റജി താങ്കൾ ഈ വട്ടം ചുറ്റുന്നത്? നോക്കൂ ശ്രീ അജിംഷാദ്, ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ബന്ധം ക്രിമിനലുകൾക്ക് ലഭിക്കുമായിരുന്നുവെങ്കിൽ ഒരു തരത്തിലും പോലീസിന് അവരെ പിടികൂടാൻ കഴിയുമായിരുന്നില്ല. അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പിന്തുണയും പിൻബലവും സംരക്ഷണവും ഇല്ല എന്നുള്ളത്